വയനാട് പുനരധിവാസത്തിന്റെ അവലോകന പ്രതിമാസ റിപ്പോർട്ട് പുറത്തുവിട്ട് സർക്കാർ. പദ്ധതിയുടെ വേഗതയും സുതാര്യതയും ജനങ്ങളെ അറിയിക്കുവാനാണ് പുരോഗതി ഓരോന്നും എടുത്തുകാട്ടിയുള്ള സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. വയനാട് കൽപ്പറ്റയിലാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് ഒരുങ്ങുന്നത്. 402 കുടുംബങ്ങളാണ് പുനരധിവാസത്തിലൂടെ സ്വന്തമായി വീടെന്ന സ്വപ്നത്തിലേക്ക് നീങ്ങുന്നത്. പുനരധിവാസത്തിന്റെ അവസാനഘട്ട പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് സർക്കാർ. 2024 ഓഗസ്റ്റ് മുതൽ 2025 ഡിസംബർ വരെ 5,91,06,200 രൂപയാണ് വാടക ഇനത്തിൽ സർക്കാർ ചെലവാക്കിയത്. ഒഴുക്കിൽ നിന്ന് സംരക്ഷണം നൽകാൻ ഇതിനോടകം തന്നെ പാറക്കെട്ടുകൾ നദിയുടെ കോൺക്ലേവ് സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അവശിഷ്ടങ്ങളെല്ലാം പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്തു കഴിഞ്ഞു. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും ഉപയോഗിച്ച് 34 ഘട്ടങ്ങളിലായി 163,42 ലക്ഷം രൂപയുടെ പ്രവർത്തനം ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. പദ്ധതിയുടെ വേഗതയും സുതാര്യതയും ജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവരുമ്പോഴാണ് പദ്ധതിക്ക് വേണ്ടി കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന ചോദ്യം വീണ്ടും ഉയരുന്നത്. ദുരന്ത ദിവസം തന്നെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. എന്നാൽ നാളിതുവരെ പിരിച്ച പൈസയെക്കുറിച്ചോ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ചോദിച്ചാൽ ഉത്തരമില്ല. അവിടെയാണ് സത്യം ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ മുന്നോട്ടുള്ള യാത്ര. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.